ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരത്ഭുതകരമായ വഴി തുറന്നേ പറ്റത്തുള്ളൂ. ഒരത്ഭുത വഴി, ഒരത്ഭുത പാത ദൈവം തുറന്നെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ലെന്നുള്ള ദൂതാണ് ഈ ഞായറാഴ്ച നിങ്ങളോട് സംസാരിക്കാനുള്ള ദൂത്. കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് ദൈവം ഒരു വഴി തുറന്നേ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ദൈവം വഴി തുറക്കണമെന്ന് പറയാൻ കാരണം തൊട്ട് പിന്നാലെ ശത്രു വന്ന് നിൽക്കുകയാണ്. മുൻപോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ആലോചിച്ച് ഏതെങ്കിലും വഴി നേടാമെന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം കൊല്ലാനായി ശത്രു പിന്നിൽ വന്ന് നിൽക്കുക. പക്ഷേ അവിടെ ദൈവം അവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വഴി കണ്ടുകൊള്ളുവിൻ. ആമേൻ, സ്തോത്രം. ഭയപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഉറച്ചു നിൽപ്പിൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഇന്നത്തേക്കൊരു വഴിയാണ് ചോദിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്കൊരു വഴി തുറന്നാൽ മതി, നാളെ ഞങ്ങൾ എങ്ങനെയും രക്ഷപ്പെട്ടോളാം. ഇന്നൊരു അത്ഭുതം ചെയ്യണം. പക്ഷെ ദൈവത്തിന്റെ മറുപടി കേട്ടോ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. അപ്പൊ ഇന്നത്തേക്കുള്ള വഴി അന്വേഷിച്ചു വരും. എന്നേക്കുമായുള്ള, അല്ലെ ഇന്നത്തെ ആ ഒരു ഭയം നീങ്ങുന്ന വിഷയമാണെങ്കിലും എന്നേക്കും നിങ്ങൾക്ക് ആ ഭയം ദൈവം മാറ്റിത്തരാനുള്ള അത്ഭുതം ദൈവം കരുതി വെച്ചിരിക്കുക. ആമേൻ, രാമേൻ പറഞ്ഞേ. ചില പ്രശ്നങ്ങൾ അടിയന്തരമായി ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി പരിഹരിച്ചേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം ഇതിനെ ഭയത്തോടെ കണ്ടോ. കർത്താവ് അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നത്, ഇനി നീ ഒരിക്കലും അതിനെ ഭയപ്പെടാതെ വേണം, ഞാനതിനെ പരിഹരിക്കും. ബൈബിൾ പഠിച്ചാൽ നമുക്കറിയാം, പിന്നീട് ഒരിക്കൽ പോലും ഈജിപ്റ്റ്, മിസ്രയീം ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിഞ്ഞില്ല. അതിന് ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. കാലങ്ങളായി നിങ്ങളെ നശിപ്പിക്കാൻ നോക്കിയവരും പിന്തുടരാൻ നോക്കിയ ശക്തിയെ നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന നാളിൽ തന്നെ ദൈവം സംഹരിച്ചു കളയും എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സകല പ്രവൃത്തികളെയും ദൈവം അഴിക്കും. ഹല്ലേലൂയ. എന്താ ശത്രു പറഞ്ഞെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈജിപ്തുകാരെന്താ പറഞ്ഞെന്നുള്ള കാര്യം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, എൻ്റെ വാൾ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ഇതാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ എന്തെല്ലാം പ്ലാനാ? ഞാൻ പിന്തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ കീഴ്പ്പെടുത്തും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ അടിമകളാക്കും. എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കും അതൊക്കെ ചെയ്യും. ഞാൻ വാളൂരി അവരെ നിഗ്രഹിക്കും. അപ്പൊ ഒടുവിൽ നശിപ്പിച്ചു കളയും. ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. പക്ഷെ ഒടുവിൽ എന്താ സംഭവിച്ചത്? പിശാച് ഈ മിസ്രയീമിന് പറഞ്ഞ കാര്യമെല്ലാം നടത്തി. അവർ പിന്തുടർന്നു, അവർ പിടിക്കാൻ നോക്കി, ഇതെല്ലാം ശ്രമം നടത്തി. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാ. പ്രിയമുള്ളവരെ, ആ ശത്രുവിന്റെ ഇഷ്ടത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കില്ല. ഇന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു, പിശാചിന്റെ ഒരു തന്ത്രത്തിനും ഇഷ്ടത്തിനും നിങ്ങളെ ദൈവം വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന്? പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ ചെങ്കടലിന്റെ നടുവിൽ ദൈവം നിങ്ങളെ കൈവിടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും കൈവിടുകയില്ല. പക്ഷെ ദൈവത്തോട് പിറുപിറുക്കരുത്, അവിശ്വസിക്കരുത്. ഇവിടെ വിശ്വാസം കൊണ്ടാണ് ആവശ്യം. ഇവിടെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടാണ് നമുക്ക് നിൽക്കേണ്ടത്. ഹല്ലേലൂയ. ഒരുപാട് പേര് മനസ്സ് മടുപ്പിച്ചിട്ടുണ്ട്. ദൈവത്തെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവ വഴിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. പല സംഭവങ്ങളും നമ്മുടെ ദേശത്തും രാജ്യത്തൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിരുന്ന പ്രയോജനം എന്നൊക്കെ ചിന്തിച്ച് ഒത്തിരി പേര് പിന്മാറിപ്പോകാറുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ വിശ്വാസത്തോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നവർ ലജ്ജിക്കപ്പെട്ടില്ല. ദൈവം തക്ക സമയത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴി തുറക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും, നിങ്ങളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാരും യേശുവും ഗലീല കടലിന്റെ അക്കരെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന അവരുടെ പടകിൽ, അവരുടെ ബോട്ടിൽ ശക്തമായ തിരമാലയും കൊടുങ്കാറ്റും അടിക്കുകയാണ്. തിരമാല വരുന്നു, കൊടുങ്കാറ്റ് വരുന്നു, അവരുടെ പടക് മുക്കിക്കളയാനായി നോക്കുകയാണ്.
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് അവരെ കൈവിടുമെന്ന്? പക്ഷെ അവർ ഭയപ്പെട്ടു പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോവുകയാണ്, നീ ഞങ്ങളെ കൈവിട്ടല്ലോ എന്നാ പറഞ്ഞത്. പക്ഷെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല, കൈവിടത്തില്ല. ആമേൻ. കർത്താവ് ഉള്ള പടകാണെങ്കിലും കർത്താവ് ഇല്ലാത്ത പടകാണെങ്കിലും രണ്ട് സംഭവം ഉണ്ടായിരുന്നു. കർത്താവ് ഒരിക്കലും കൈവിട്ടില്ല. അതെ പ്രിയമുള്ളവരെ, കാറ്റടിക്കും, തിരമാലകൾ പൊങ്ങും, മുക്കിക്കളയാനായിട്ടുള്ള ശത്രുവെല്ലാം പോരാട്ടങ്ങളൊക്കെ അഴിച്ചുവിടും. പക്ഷേ നിങ്ങൾ തകരുവാൻ, നശിക്കുവാൻ ദൈവം സമ്മതിക്കില്ല. കർത്താവ് എല്ലാം കാണുന്നുണ്ട്. തക്ക സമയത്ത് അവന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇതാണ് കർത്താവിന് ഇന്ന് തരാനുള്ള സന്ദേശം. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. എത്ര ദൂരത്ത്, എത്ര ഒറ്റപ്പെടലില്, എത്ര പ്രതിസന്ധിയുടെ രാത്രിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള 4 യാമങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല, ഒരു നാൾ ഉപേക്ഷിക്കില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവിൽ അവൻ മരണം കാത്ത് അല്ലെങ്കിൽ അവനെ കൊല്ലുവാനായി എത്രയോ ശത്രുശക്തികൾ അവിടെ നോക്കി നിൽക്കുന്ന സമയത്തും സ്വർഗത്തിലെ ദൈവം അവിടെ ചെയ്തത് ഒരു ദൂതനെ അയക്കുകയായിരുന്നില്ല. ദൈവപുത്രനായ യേശു തന്നെ നേരിട്ട് അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ സമയത്ത് ആരെ അയക്കണം? ദൂതനെ അയക്കണോ? മനുഷ്യനെ ഇടപെടുത്തണോ? അല്ല, ദൈവത്തിന്റെ പുത്രൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമോ? ഇത് ദൈവം ചെയ്യും. ഹല്ലേലൂയ. തന്റെ മക്കൾക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഫറവോയെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് കളഞ്ഞിട്ട് തന്റെ ജനത്തിന് വാഗ്ദത്ത കനാൻ അവകാശമാക്കി കൊടുത്തതുപോലെ ഇന്ന് ഭയപ്പെടുന്ന സകല പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ച് ദൈവം നിങ്ങൾക്കൊണ്ട് വഴികളെ തുറക്കട്ടെ. ഈ ഞായറാഴ്ച ദിവസം നിങ്ങളെ ദൈവം ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സംശയം മാറ്റിക്കളയുക, ഭയം മാറ്റിക്കളയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സക്കറിയാവിനോട് പറയുകയാണ്, സക്കറിയ, സെരുബ്ബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയായിത്തീരും. എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ട്. എതിരെ നിൽക്കുന്ന പർവ്വതങ്ങളെ, എതിരെ നിൽക്കുന്ന സമുദ്രത്തെ, തടസ്സം നിൽക്കുന്ന പ്രതിസന്ധികളെ വഴഞ്ഞു മാറ്റി അത്ഭുതകരമായ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവശക്തരാണ്. ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഞായറാഴ്ചയാണല്ലോ, രാത്രി ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ ഓൺലൈൻ വർഷിപ്പും നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സന്ദേശമുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, മറക്കാതെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, വാട്സപ്പിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞായറാഴ്ച ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങളവൻ ഒരു നാളും അവിടുന്ന് കൈവിടുകയില്ല. തക്ക സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അത്ഭുതം ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം ഇതിന്റെ മക്കളുടെ വിഷയത്തിൽ ഇന്ന് കർത്താവെ ഒരു അത്ഭുതം കണ്ടേ പറ്റുമെന്ന് വിചാരിക്കുന്ന വിഷയത്തിൽ എന്നേക്കുമായി വെളിപ്പെടാനുള്ള വലിയ വിടുതൽ വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ.